നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അപ്ഡേഷനാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല. നമ്മുടെ അളിയച്ചാർ വീണ്ടും ബിസി ആയിട്ടുണ്ട്. അവൻ വന്നാൽ ഉടൻ തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നങ്ങിയാർകുളങ്ങര ഭാഗത്തായിട്ടാണുള്ളത്. നങ്ങിയാർകുളങ്ങര കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹരിപ്പാട്, പിന്നെ ഡാണാപ്പടി, പിന്നെ നമ്മൾ വഴിയമ്പലം ഭാഗത്തെ, പിന്നെ തോട്ടപ്പള്ളി ഭാഗത്തെ ചെറിയ അപ്ഡേഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നങ്ങിയാർകുളങ്ങര ഭാഗത്തായിട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇടത്തെ സൈഡിൽ കാണുന്ന ആ ഒരു വലിയ ബിൽഡിങ് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു മതിൽ പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഗ്ലാസ്സുകൾ നമുക്കിപ്പം ആ ഒരു ഭാഗത്തായിട്ട് നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റും. ആ ഗ്ലാസ്സുകളൊക്കെ അവർ ഇളക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് അത് പൂർണ്ണമായിട്ട് ഇപ്പം പൊളിച്ചു മാറ്റി തുടങ്ങും. നമ്മൾ ഈ ഒരു ആറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് പല സ്ഥലത്തും ഇതേപോലുള്ള വലിയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റി തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്കൊരു ചെറിയൊരു ക്രെയിൻ എടുത്തു വെക്കുന്ന രീതിയിലുള്ളൊരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് കുറച്ചും കൂടെ ഹൈറ്റിലായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത്. ഇതിൻ്റെ മുകളിലോട്ട് പിന്നെ ക്രെയിൻ ഉപയോഗിച്ച് മറ്റേ ചെറിയൊരു ഹിറ്റാച്ചി എടുത്ത് വെക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ചിലപ്പം മിക്കവാറും നമ്മൾ പണ്ട് മരട് ഭാഗത്തൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ഫ്ലാറ്റ് പൊളിച്ചു മാറ്റിയ ആ ഒരു ടെക്നോളജി മിക്കവാറും ഉപയോഗിക്കാനായിരിക്കും സാധ്യതയുള്ളത്. എങ്കിൽ അങ്ങനെ പൊളിച്ചു മാറ്റുകയാണെങ്കിൽ ഇവിടെ ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടായിട്ട് വേണം അവർ പൊളിച്ചു മാറ്റാനുള്ള പരിപാടി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. കാരണം വാഹനങ്ങൾ ഇതുവഴി തന്നെ കടന്നു പോകുന്നതാണ്. മിക്കവാറും റോഡ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നൊരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് പുതിയൊരു അപ്ഡേഷൻ. ഇവിടുത്തെ റോഡ് ഈ ഒരു ബിൽഡിങ് പൊളിക്കുന്ന കാര്യം നമുക്കൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ യൂട്യൂബിനകത്ത് തന്നെ കമൻറ്റിനകത്ത് ഒരാൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഉള്ളൊരു ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സൗദിയിലുള്ളൊരു സുഹൃത്തുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം സുഹൃത്തായതാണ്, ഇൻസ്റ്റഗ്രാമിൽ കൂടി കമ്പനി ആയതാണ്. അപ്പോൾ പുള്ളിയെ ഞാൻ അറിയിച്ചു. അപ്പോൾ പുള്ളി വന്ന് നോക്കിയപ്പം പുള്ളിക്കൊന്നും മനസ്സിലായില്ല സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 ദിവസം കൂടെ കഴിഞ്ഞേച്ച് പിന്നെ പുള്ളി വന്ന് നോക്കുന്ന സമയത്ത് ഈ ഗ്ലാസ്സൊക്കെ ഇളക്കി മാറ്റുന്ന പരിപാടി കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞ് സംഭവം ഇത് പൊളിച്ചു മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പം നേരെ തിരിഞ്ഞ് മുമ്പോട്ട് വരുമ്പം വലത്തേ സൈഡിൽ നമ്മളിപ്പം കാണുന്ന ഭാഗത്ത് വെള്ളം മണ്ണടിച്ച് ഇട്ടിരിക്കുകയാണ്. ആ ഒരു വലത്തേ സൈഡിൽ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നിടത്ത് ഇപ്പം വെള്ള മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് നോക്കുന്നിടത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളിനി നേരെ വരുന്നത് ഹരിപ്പാട് ഭാഗത്തേക്കാണ്. ഹരിപ്പാട് ഭാഗത്ത് നിന്ന് നമ്മളിപ്പം ആലപ്പുഴ ഡയറക്ഷനിലോട്ടാണ് നോക്കുന്നത്. ഹരിപ്പാട് ഒരു KSRTC സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ പൈലിങ് ചെയ്തിരിക്കുന്ന വശത്തായിട്ട് തന്നെ ഇപ്പം പിയറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. കമ്പികളൊക്കെ ഉയർന്ന് ഇപ്പോൾ ഉണ്ട്. വലത്തേ സൈഡിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് 2-3 തൂണുകൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് വലത്തേ സൈഡിലായിട്ട് ഒരു 3 തൂണ് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. അതിൻ്റെ മുകളിലായിട്ട് 3 തൂണുകളുടെ മുമ്പിലായിട്ട് തന്നെ 8 ഗർഡറുകൾ വെച്ചിട്ടുണ്ട്. അതിൽ 4 ഗർഡറുകളുടെ മുകളിലായിട്ട് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്തെ പണികൾ ഇപ്പം 4 ഗർഡറുകളുടെ മുകളിലായിട്ടുള്ള പണികൾ വളരെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. കോൺക്രീറ്റ് വർക്കുകളൊന്നും നടക്കാതെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ പിന്നെ വളവ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മാധവ ജംഗ്ഷൻ ഭാഗത്തോട്ടാണ് വരുന്നത്. മാധവ ജംഗ്ഷൻ ഭാഗത്തോട്ട് വരുമ്പോൾ ഇടത്തേ സൈഡിലായിട്ട് ഈ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ സർവീസ് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവരിപ്പം പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് അവിടെ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ എടുത്ത ദിവസം പറഞ്ഞില്ല, ഏപ്രിൽ 4, 2026 ശനിയാഴ്ച ദിവസം ഏകദേശം ഒരു ഉച്ച സമയത്തൊക്കെ ആയിട്ട് എടുത്തതാണ്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഇതാണ് നമ്മുടെ ഹരിപ്പാടിൻ്റെ കുറച്ചും കൂടെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ആകാശ ദൃശ്യം. ആ 2 ബിൽഡിങ്ങുകളുടെ തൊട്ടപ്പുറത്തെ സൈഡിൽ വലത്തേ സൈഡിലായിട്ട് കാണുന്നതാണ് ഹരിപ്പാട് ബസ് സ്റ്റാൻഡ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പം ഇടത്തോട്ടൊരു റോഡുണ്ട്. ആ റോഡിൽ കൂടിയാണ് പിന്നെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി. അപ്പോൾ നേരത്തെ ഈ ഹരിപ്പാട് ഫ്ലൈ ഓവറിൻ്റെ നീളം കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ കുറേ സംസാരങ്ങളും സമരങ്ങളും ഒക്കെ നടന്നതിന് ശേഷമാണ് ഹരിപ്പാട് ഫ്ലൈ ഓവറിൻ്റെ നീളം കുറച്ചും കൂടെ നീട്ടിയത്. അവിടെ റെയിൽവേ സ്റ്റേഷൻ തിരിയുന്ന റോഡിൻ്റെ അടുത്ത് വരെ ഫ്ലൈ ഓവറിൻ്റെ നീളം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് നമ്മുടെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡ്. ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലോട്ട് ഇപ്പോൾ കയറുന്നത് ഇറങ്ങുന്നത് എന്താണ്ട് ഈ കാണുന്ന ഈ ഒരു വഴി കൂടിയാണ് കയറുന്നത് ഇറങ്ങുന്നത്. നേരത്തെ കയറുന്നതിന് വേണ്ടിയിട്ട് അവിടെ കരുനാഗപ്പള്ളിയിൽ നിന്നും കായംകുളത്തുനിന്നും ഒക്കെ വരുന്ന വാഹനങ്ങൾ ഹരിപ്പാട് ഭാഗത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടൊരു വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു വഴി കൂടി തിരിഞ്ഞ് കയറാൻ പറ്റത്തില്ല. നമുക്ക് ദാണ്ട് ആ ഒരു വഴി ഇപ്പം കാണാൻ പറ്റും. ഈ ഒരു വഴി കൂടിയാണ് വലത്തോട്ട് വാഹനങ്ങൾ കയറിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു വഴി ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇപ്പം ഇറങ്ങുന്നതും കയറുന്നതുമൊക്കെ ആ ഒരു വലിയ 2 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടുള്ള റോഡിൽ കൂടിയാണ് ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് സ്ഥിരം ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തും ഇടത്തെ ഈ സൈഡിലായിട്ട് ഇപ്പം ബ്ലോക്ക് ഇപ്പം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹരിപ്പാട് ഭാഗത്തെ ഏറ്റവും പുതിയ ആകാശ ദൃശ്യങ്ങൾ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡാണാപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. പിന്നെ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ ഡാണാപ്പടി പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ മാധവൻഷിലായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ മഞ്ജു വാര്യർ വന്ന് മൈജിയുടെയൊക്കെ ഉദ്ഘാടനം നടന്ന ദിവസം തന്നെയായിരുന്നു നമ്മൾ ഡ്രോൺ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. നമ്മളങ്ങനെ ഇപ്പം ഡാണാപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഡാണാപ്പടി പാലം കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ പുതിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഈ റോഡ് വരുന്ന ഭാഗത്തായിട്ട് കണ്ട് അവിടെ വലത്തെ സൈഡിൽ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ കറുത്ത ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വലത്തെ സൈഡിൽ തന്നെ താഴ്ച ഭാഗത്തായിട്ട് കമ്പികളും കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് അവർ കമ്പികൾ വെച്ചിരിക്കുന്നത്. മിക്കവാറും ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡാണാപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വഴിയാണ്. എപ്പോഴും ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഹരിപ്പാട് ഡാണാപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ട്. ഇവിടെ വരുമ്പം അത്യാവശ്യം വീതിക്കുറവാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുമ്പോൾ. അപ്പം പുതിയ പാലത്തിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് വീതിക്കുറവുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആക്സിഡൻ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ വലിയ ഇടിയൊന്നും നടന്നിട്ടില്ല ഭാഗ്യത്തിന്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ച് വരാൻ ശ്രമിക്കുക. പിന്നെ നേരെ മുമ്പോട്ട് നോക്കുന്നിടത്ത് വലത്തെ സൈഡിലായിട്ട് കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പഴയ പോസ്റ്റുകളൊക്കെ പഴയ പോലെ തന്നെ ഒക്കെയാണ്. പറയത്തക്ക രീതിയിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. വിശ്വസമുദ്ര കമ്പനി കരാറായിട്ടെടുത്തിരിക്കുന്ന റീച്ചാണ്. ഇവിടുന്ന് പിന്നെ പഴയ പോലൊക്കെ തന്നെ വേറെ പരിപാടികളൊന്നുമില്ല. ഇനി നമുക്ക് നേരെ തിരിഞ്ഞ് ഇനി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയമ്പലം ഭാഗത്തായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. നമ്മളിനി ഡാണാപ്പടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കരുവാറ്റ കഴിഞ്ഞേച്ച് വഴിയമ്പലം ഭാഗത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മൾ നേരെ അങ്ങോട്ട് മുമ്പോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ. നേരെ നമ്മളിപ്പം വഴിയമ്പലം ഭാഗത്തായിട്ടാണുള്ളത്. തോട്ടപ്പള്ളി കഴിഞ്ഞേച്ച് നമ്മൾ നേരെ ഹരിപ്പാട് ഡയറക്ഷനിലോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. നേരെ വളഞ്ഞ് കരുവാറ്റ ഭാഗത്തോട്ട് നോക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വഴിയമ്പലം ഭാഗത്ത് എടുത്ത് കാണിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡുകളുടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നടക്കുന്ന ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഇവിടെ വന്ന് ഡ്രോൺ വീഡിയോ എടുത്തത്. അപ്പം കുറച്ചും കൂടെ പണി നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും വേഗത്തിലായിട്ട് നടന്നിട്ടില്ല. അപ്പം പണി നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് തന്നെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വഴിയമ്പലം ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണുള്ളത്. അങ്ങനെ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തായിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം ആറിവാൾ ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാതിരിക്കുന്നില്ല, അത് ഇച്ചിരി പതിയാണെന്ന് മാത്രം. പിന്നെ നേരെ മുമ്പോട്ട് നോക്കുന്നിടത്ത് ഇടത്തെ ഈ സൈഡിൽ സർവീസ് റോഡ് കുറച്ച് മാറിയൊക്കെയാണ് ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരെ തിരിഞ്ഞ് നമ്മളിനി കുറച്ചും കൂടെ മുമ്പോട്ട് കരുവാറ്റ സബ് സ്റ്റേഷൻ വരുന്ന ഭാഗത്തോട്ട് കുറച്ചും കൂടെ ദൂരം നമ്മൾ പോയിട്ടുള്ളൊരു കാഴ്ച കൂടെ കാണിച്ചിട്ടാണ് പിന്നെ നമ്മൾ നേരെ തോട്ടപ്പള്ളി ഭാഗത്തോട്ടുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഇവിടെ ഇപ്പം ഉണ്ടാവും മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടാറിങ് വർക്കുകൾ ഇടത്തെ ഈ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കാണുന്നത്. കാരണം ഒരു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ടാറിങ് വർക്കുകൾ കഴിയുന്നു, ബാക്കി പകുതി പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നു. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. കരുവാറ്റ സബ് സ്റ്റേഷൻ വരുന്ന സ്ഥലത്തോട്ട് പോവുകയാണെന്നുണ്ട്. ഇവിടെ വലത്തെ സൈഡിലായിട്ടാണ് കരുവാറ്റ സബ് സ്റ്റേഷൻ ഉള്ളത്. അപ്പം അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ വലത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേശ്ശെയാണ് പണി പുരോഗമിച്ചത്. കുറേ നാളിന് ശേഷം പണി ഇങ്ങനെ പതുക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സൈഡിൽ ടാറിങ് വർക്കുകൾ കുറച്ചുകൂടെ പുരോഗമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു വളഞ്ഞിട്ടാണ് നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് പോകുന്നത്. ഇടത്തെ സൈഡിൽ കൂടെയുള്ള വാഹനങ്ങൾ കുറച്ച് വളഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നേരെ ഇനി നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ മുകളിലായിട്ട് ഗർഡറുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രെയിനിൻ്റെ അസംബ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോട്ടപ്പള്ളി പാലത്തിന് വേണ്ടി
ഗർഡറുകളെല്ലാം വെക്കുന്നതിന് വേണ്ടി പാലത്തിൻ്റെ തൂണുകളെല്ലാം ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ക്രെയിൻ റെഡി ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നിക്കുന്നത് ഫാസ്റ്റായിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം പോകുന്നത്. കാരണം ഗർഡറുകൾ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. പിന്നെ അത് വാഹനത്തിലോട്ട് ജസ്റ്റ് കയറ്റി കുറച്ച് മുമ്പോട്ട് നീക്കി വെക്കേണ്ട അവസ്ഥയെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. പല സ്ഥലത്തും നീണ്ടകരയിലൊക്കെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലോഡ് ചെയ്ത് കുറച്ച് ദൂരം വണ്ടി ഓടി വന്നിട്ട് വേണം പിന്നെ ഈ ഒരു ക്രെയിനകത്തോട്ട് വെക്കാൻ. ഇവിടെ ആ ഒരു അവസ്ഥ വരുന്നില്ല. നമ്മളിപ്പം മുമ്പോട്ട് വരുന്നിടത്ത് 2 തൂണുകളുടെ മുകളിലായിട്ട് കുറച്ച് ഗർഡറുകൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചിട്ടുള്ള കാഴ്ചയാണ്. ഇതാണ് നമ്മുടെ തോട്ടപ്പള്ളി ബീച്ചിൻ്റെ ഭാഗത്തെ കാഴ്ചകൾ. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ തോട്ടപ്പള്ളി ഹാർബറിൻ്റെയും കൂടെ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. ഹാർബറിൻ്റെ അടുത്ത് വരെ അങ്ങനെ കാണിച്ചിട്ടില്ല. കുറച്ച് ഹൈറ്റിലായിട്ട് നിർത്തിയിട്ട് നമ്മൾ ഹാർബറിൻ്റെയും കൂടെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജേഷ് എന്ന് പറയുന്നൊരു തോട്ടപ്പള്ളി ആണെന്ന് തോന്നുന്നു, തോട്ടപ്പള്ളിയിലാണെന്ന് തോന്നുന്ന ആളുടെ സ്വദേശം ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീച്ചിൻ്റെയും തോട്ടപ്പള്ളി ഹാർബറിൻ്റെയും കൂടെ ഒന്ന് കാഴ്ചകളൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെന്തുമായാലും തോട്ടപ്പള്ളി ഭാഗത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വട്ടം കറക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടപ്പള്ളി ഭാഗത്ത് ഏറ്റവും പുതിയ കാഴ്ചകൾ. നേരെ മുമ്പോട്ട് വന്നേച്ച് വരുന്ന വഴിക്ക് ഇടത്തോട്ട് റോഡുണ്ട്. ആ റോഡ് കയറി പോകുന്നിടത്തായിട്ടാണ് നമ്മൾ തോട്ടപ്പള്ളി ഹാർബറിലോട്ട് പോകുന്ന വഴി. അപ്പോൾ ആ ഒരു ഹാർബറിലോട്ട് തിരിയുന്ന വഴിയിൽ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ 6 വരി പാതയുടെ അടിയിലായിട്ടൊരു അണ്ടർപാസ് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പം കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയാൻ പറ്റും അവിടെ അണ്ടർപാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് നമ്മൾ നേരെ തിരിഞ്ഞേച്ച് പിന്നെ ഹാർബറിലോട്ട് നോക്കുന്ന കാഴ്ചകൾ. പിന്നെ 6 വരി പാത പിന്നെ നമ്മൾ വലത്തോട്ട് കയറി വളഞ്ഞ് നേരെ പോകുന്നത് നേരെ ആലപ്പുഴ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അവിടെ പിന്നെ പറയത്തക്ക രീതിയിലുള്ള വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല. ഇപ്പം വലത്തേ സൈഡിൽ നമ്മളിപ്പം 6 വരി പാതയുടെ ആ ഒരു പണി നടക്കുന്ന ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗർഡറുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ തോട്ടപ്പള്ളി ഹാർബർ. തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ അമ്പലപ്പുഴ ഭാഗത്തോട്ട് പോകുമ്പം ഈ ഒരു വളവ് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ വളവ് വരുന്ന ഭാഗത്ത് അവിടെ ഇതുവരെയായിട്ടും പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. അവിടെ ഇപ്പോഴും ആ ഒരു ഗ്യാപ്പ് അതേപോലെ തന്നെ കിടപ്പുണ്ട്. കുറേ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയുണ്ട്. ഇപ്പം മുഴുവൻ ഗർഡറുകളും തോട്ടപ്പള്ളി പാലത്തിൻ്റെ വടക്കേ സൈഡിലായിട്ടാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പം ആ ഒരു ക്രെയിനിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം പിന്നെ തെള്ളി അങ്ങോട്ട് വെക്കുന്നത്. ഗർഡറുകൾ താണ്ട് ഇത്രത്തോളം നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു ക്രെയിനിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് വന്നിരിക്കുന്ന കുറേ കൂടി ഫാസ്റ്റായിട്ട് തന്നെ പരിപാടികളെല്ലാം നടക്കുമെന്നാണ് കരുതുന്നത്. നമ്മളിപ്പോൾ തോട്ടപ്പള്ളി പാലം, അതായത് ഹരിപ്പാട് നിന്ന് തോട്ടപ്പള്ളി ഭാഗം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വലിയ വേറൊരു പാലം കൂടെ ഉണ്ട്. അപ്പം ആ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. സർവീസ് റോഡ് കുറച്ച് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പം ഈ ഒരു തൂണിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ലോപ്പാക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലില്ല. ഇപ്പോൾ കുറച്ച് മണ്ണ് ഇങ്ങനെ ലെവൽ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നമ്മൾ തോട്ടപ്പള്ളി വലിയ പാലം എത്തുന്നതിന് മുമ്പ് താണ്ട് ഇവിടെ ഈ ഒരു പാലത്തിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഈ 2 വലിയ തൂണുകളുടെ അടുത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ തോട്ടപ്പള്ളി ആ ഒരു വലിയ പാലം കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പാലം കാണിക്കേണ്ടതായിരുന്നു. തോട്ടപ്പള്ളിയിലെ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ് പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ തോട്ടപ്പള്ളി പ്രധാനപ്പെട്ട വലിയ പാലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ചെറിയ പാലമെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം വലിയ പാലം തന്നെയാണ്. അന്നേരം ഈ ഒരു പാലത്തിൻ്റെ 2 തൂണുകൾക്കിടയിൽ ഗർഡറുകൾ വെക്കുന്ന പണിയായിരിക്കും എനിക്ക് തോന്നിക്കുന്ന പ്രധാന ടാസ്ക് എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു പാലമാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ദാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് തോന്നിക്കുന്ന വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. വേറെ മാറ്റങ്ങളൊന്നുമില്ല. വലത്തെ സൈഡിൽ
കുറച്ച് വേസ്റ്റ്, കോൺക്രീറ്റ് വേസ്റ്റ് പൊട്ടിച്ചത് കൊണ്ടുവന്ന് ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. കുറേ കൂടി കഴിയട്ടെ, കൺസ്ട്രക്ഷൻ കുറേ കൂടി കഴിയുമ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷൻ തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ തോട്ടപ്പള്ളി ഈ ഒരു പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഇനി നേരെ അരിപ്പാട് ഡയറക്ഷനിലോട്ട് കൽപ്പകവാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് പണിയെന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2 സൈഡിലും സർവീസ് റോഡിൻ്റെ കുറച്ചും കൂടെ ടാറിംഗ് വർക്കുകൾ, എനിക്ക് തോന്നിക്കുന്ന വലത്തേ സൈഡിലായിട്ടാണ് കുറച്ചും കൂടെ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട 6 വരി പാത കടന്നു പോകേണ്ട ഭാഗത്ത് വലിയ പണിയൊന്നും നടന്നിട്ടില്ല. ഇവിടുന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ പിന്നെ കൽപ്പകവാടി റെസ്റ്റോറൻറ്റ് അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് തന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അണ്ടർപാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 സൈഡിലും ആറിവാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണി കുറച്ചും കൂടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് വലത്തേ സൈഡിൽ അവർ ആറിവാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരാൻ പോകുന്ന പണി തുടങ്ങാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് അവർ ചെറിയ വീതിക്കായിട്ട് അവർ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വലത്തേ സൈഡിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആലപ്പുഴ ജില്ലയിൽ കുറച്ച് അപ്ഡേറ്റ്. അരിപ്പാട് ഭാഗത്തെയും നങ്ങിയാർകുളങ്ങരയിലും ഡാണാപ്പടിയിലെയും വഴിയമ്പലത്തെയും തോട്ടപ്പള്ളിയിലെയും ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കാത്തിരിക്കുക.